Praise the Lord. Thank you, Jesus. Thank you, Jesus. Thank you, Lord. Hallelujah. 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 പകരണമേ. അരുവിയായി നിറഞ്ഞു
ജീവജലത്തിൻ അരുവിയായ ദൈവം നമ്മിൽ വാഴുന്നു എന്നുള്ള
പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെയും അങ്ങനെ ഇന്നും നമുക്ക് ഇത് സാധ്യമായി. പക്ഷെ എന്തോ ഒരു അബദ്ധം പറ്റി. താനെ ലൈവ് കറ്റേന ഔറയായുടെ ലൈവാണ്. എന്താ പറ്റിയെന്ന് സംശയമുണ്ട്. കറ്റേന ഔറയായുടെ ലൈവാണ് താനെ സ്റ്റാർട്ടായത്. ഞാൻ ലൈവ് സ്റ്റാർട്ടാകുന്നതിന് മുമ്പ് താനെ അതങ്ങ് സ്റ്റാർട്ടായി. ഓക്കെ, എന്തെങ്കിലും ഒരു ചെറിയ കൺഫ്യൂഷൻസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇന്നലെ രാത്രി ഞങ്ങൾ ഈ പുതിയ സ്ഥലത്ത് വന്നു. ഇത് നോർത്ത് അയർലൻഡാണ്, ഡെറി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടെ ഇവിടുത്തെ ഫ്രാൻസിസ്കൻ മൊണാസ്ട്രിയിലാണ് ഇന്നത്തെ ശുശ്രൂഷ. ആ ശുശ്രൂഷ ഡിസ്ക്രിപ്ഷൻ കറ്റേനയുടേതാണ് കിടക്കണതെന്ന്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ഞാൻ മാറ്റാൻ തോന്നുന്നു ഇവിടുന്ന്. കർത്താവേ നന്ദി, ഈശോയെ നന്ദി. ഇപ്പം ഡിസ്ക്രിപ്ഷൻ മാറിയെന്ന് നോക്കിയേ. ഇല്ല, മാറിയിട്ടില്ല. ഇപ്പം മാറും. യെസ്, ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ മാറും. ഓക്കെ, പ്രൈസ് ദ ലോർഡ്. നമുക്കൊന്ന് കർത്താവിനെ സ്തുതിച്ച് നന്ദി പറയാം. Waymaker, miracle worker, promise keeper, light in the darkness. My God, that is who you are. Waymaker, miracle worker, light in the dark, that is who you are. അപ്പോൾ വേറൊരു സംഭവം, ഞാനിപ്പം വാട്സപ്പിൽ നോക്കിയിട്ട് ആ മലയാളം ഗ്രൂപ്പ് കാണുന്നില്ലല്ലോ. മലയാളം ഗ്രൂപ്പ് ഇപ്പോൾ വാട്സപ്പിൽ കാണുന്നില്ല. നിങ്ങൾക്ക് ആ മലയാളം ഗ്രൂപ്പിൽ നിന്നാണോ നിങ്ങൾ ലിങ്ക് എടുത്തത്? മലയാളം ഗ്രൂപ്പിൽ നിന്നാണോ ലിങ്ക് എടുത്തത്? കർത്താവേ, നന്ദി കർത്താവേ. ഇപ്പോളേ കർത്താവ് പൂർണ്ണമായിട്ടും നിന്നിലുണ്ട്. നമ്മളെല്ലാവരിലും കർത്താവ് പൂർണ്ണമായിട്ടും വസിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ വലിയ ശുശ്രൂഷയായിരുന്നു. അതെന്ത് പറ്റി? ആ ഗ്രൂപ്പ് പോയല്ലോ. ഷോ,
എനിവേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഇൻ്റർനെറ്റിനെയും വാട്സപ്പിനെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർനെറ്റിനെയും വാട്സപ്പിനെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നും കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ ചേഞ്ച് എല്ലാവരും സുവർണ കണ്ണികളിൽ കയറിയിരിക്കാൻ തോന്നണം. അവിടെ കയറിപ്പോയി പലരും. അത് ഓപ്പണായെന്ന് വന്നപ്പോൾ ആരോ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങെല്ലാം ക്രമീകരിക്കണമേ. ഓ ജ്ഞാനമേ, അങ്ങെല്ലാം ക്രമീകരിക്കണമേ. ഹലബല 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 ഹലബല. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ എനിവേ ഇപ്പോൾ ഓരോരുത്തരിത് മനസ്സിലായിക്കോളും. ഈ ഓപ്പൺ ചെയ്തേക്കണ ലൈവ് കയറാനായിട്ട്. ഓക്കെ. പരിശുദ്ധാത്മാവേ, അങ്ങ് ക്രമീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ക്രമീകരിക്കണമേ. ഓ ജ്ഞാനമേ, അങ്ങ് ക്രമീകരിക്കണമേ. ഓ ജ്ഞാനമേ, അങ്ങ് ക്രമീകരിക്കണമേ. സാധാരണ ഞാൻ ഇൻ്റർനെറ്റെല്ലാം ഓൺ ചെയ്ത് നമ്മുടെ ഈ ലിങ്ക് തുറന്നാലേ അത് ലൈവ് ആകാറുള്ളൂ. ഇത് താനേ അതങ്ങ് ലൈവായി. എന്ത് ചെയ്യാം?
ഓ കർത്താവേ, ഹലബല ഹലബല ഹലബല. നമുക്കെല്ലാവർക്കും സ്തുതിച്ച് നന്ദി പറയാം. ഒന്ന്, ഈ രാത്രിയിൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ പുതിയ സ്ഥലത്ത് ഇത് ഇൻ്റർനെറ്റ് നല്ല സ്പീഡുള്ള ഇൻ്റർനെറ്റാണ്. അതുകൊണ്ട് നമുക്ക് ഇത് സാധിച്ചതിന് നമുക്ക് നന്ദി പറയാം. ഇതെൻ്റെ ബെഡ്റൂമിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ബെഡ്റൂമിൽ ഞാൻ സ്റ്റുഡിയോ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരത്ഭുതമാണ് ഇവിടെ നടക്കണേ. ഇപ്പോൾ വാസ്തവത്തിൻ്റെ അത്ഭുതം. ഇനി 2 ദിവസം ഇവിടെയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് പൊളിച്ച് വേറെ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ പകലുള്ള ശുശ്രൂഷ നടക്കുന്നതിൻ്റെ കൂടെ രാവിലെ മലയാളം ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്യണം. ആ ഒരു വലിയ പ്രചോദനത്തിലാണ് ഞാനിതൊക്കെ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. മകനെ, മക്കളെ, നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഈ സമർപ്പണത്തെ ഞാൻ സ്വീകരിക്കുന്നു. എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും അതിൻ്റെ മധ്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ശുശ്രൂഷയെ ഞാൻ ബഹുമാനിക്കുന്നു. പ്രവചനം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എൻ്റെ വാത്സല്യഭാചനങ്ങളെ, ഞാനാകുന്നു സകലതും ക്രമീകരിക്കുന്നവൻ. ഞാനെല്ലാം ക്രമീകരിക്കും. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളിലൂടെ ഞാൻ വലിയ കാര്യങ്ങൾ സഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. സഭാപ്രബോധനങ്ങളെ നിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ലോകമെല്ലാം അറിയട്ടെ. സഭാപ്രബോധനങ്ങളിലൂടെയും സഭയുടെ ഔദ്യോഗിക വ്യാഖ്യാനങ്ങളിലൂടെയും നിങ്ങൾ കുതിച്ച് മുന്നോട്ട് പോകുവീൻ. സഭാപ്രബോധനങ്ങൾ പഠിക്കാതെയും പഠിപ്പിക്കാതെയും സഭ എങ്ങനെ വളരും? അതിനാൽ ജനമേ, ഈ സഭാപ്രബോധനങ്ങളും പഠിക്കുന്നതിലൂടെ നിങ്ങൾ മാത്രമല്ല വളരുന്നത്, സഭ മുഴുവനും വളരുകയാണ്. സഭയുടെ ഓരോ കോശങ്ങളിലേക്കും ഈ രഹസ്യങ്ങൾ പ്രസരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അഭിമാനിക്കുവിൻ. നിങ്ങളുടെ ഈ കഷ്ടപ്പാടുകളും ഈ പഠനവും ഒരിക്കലും നഷ്ടമല്ല. അത് വലിയ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ജനമേ, എന്റെ ജ്ഞാനം നിങ്ങളിൽ ഞാൻ പകരുന്നു. ഞാൻ ജ്ഞാനമാകുന്നു. എന്റെ ജ്ഞാനത്തിനായി ദാഹിക്കുവിൻ. എന്റെ ജ്ഞാനസ്നാനത്തിലൂടെ എല്ലാ മനുഷ്യരിലേക്കും ഞാൻ പകർന്നിട്ടുണ്ടെങ്കിലും ആ ജ്ഞാനത്തെ ഓരോ ദിവസവും പുതിയ രഹസ്യങ്ങളിലേക്ക് വളരണം. എൻ്റെ ജ്ഞാനത്തിലൂടെ സഭയുടെ രഹസ്യങ്ങളിലേക്ക് നിങ്ങൾ വളരണം. എൻ്റെ ജ്ഞാനത്തിലൂടെ സഭാപ്രബോധനങ്ങളെ കാണണം. സഭാപ്രബോധനങ്ങളെയും സഭയുടെ വിശ്വാസ സത്യങ്ങളെയും എൻ്റെ ജ്ഞാനത്തിലൂടെ പഠിക്കണം. ഓ ജ്ഞാനമേ,
ശലബക്കാരാ കിരലബുറ. എൻ്റെ മക്കളെ, നിങ്ങളിലേക്ക് ഇന്ന് ഞാൻ പുതിയ ജ്ഞാനം തരുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പുതിയ ജ്ഞാനം നൽകുന്നു. നിങ്ങളുടെ ആത്മാവിൽ ഞാൻ പുതിയ പ്രകാശം നൽകുന്നു. നിങ്ങളുടെ ആത്മാവിനെ ഞാൻ വികസിപ്പിക്കുന്നു. നിങ്ങളുടെ ആത്മാവിൽ ദൈവിക രഹസ്യങ്ങൾ ഞാൻ തുറക്കുന്നു. നിങ്ങളുടെ ആത്മാവിൽ പുതിയ വിശ്വാസത്തിൻ്റെ മുകുളങ്ങൾ ഞാൻ മുളപ്പിക്കുന്നു. വിശ്വാസം നിങ്ങളിൽ പുതിയതായി മുളയ്ക്കട്ടെ. വിശ്വാസത്തിൻ്റെ ആ വൃക്ഷം നിങ്ങളിൽ വളരട്ടെ. അതോടൊപ്പം പുതിയ മുകുളങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ തുറക്കട്ടെ. ശരബലമക്കുറ റബുലമക്കുറ റബുലമക്കുറ. ഓ ജനമേ, ഞാൻ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ തുറന്നു തന്നിരിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിക്ക് അഗ്രാഹ്യമായതും ഇന്നേ വരെ കണ്ണ് കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സിൽ ഇന്നേ വരെ പ്രവേശിക്കാത്തതുമായ വലിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കിതാ തുറന്നു തരുന്നു. സ്വീകരിക്കുവിൻ. എൻ്റെ വാത്സല്യഭാജനങ്ങളെ, ഞാൻ നിങ്ങളിൽ സംപ്രീതനാണ്. ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും. ഇതാ ഞാൻ നിങ്ങളിൽ ശക്തി പകരുന്നു, നിങ്ങളിൽ വിശ്വാസം പകരുന്നു, നിങ്ങളിൽ അഭിഷേകം പകരുന്നു. അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും നിങ്ങളിലൂടെ ഞാൻ നടത്തും. ഈ കാലഘട്ടത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളിലൂടെ ഞാൻ നടത്തും. ഈ ശുശ്രൂഷകളിൽ എക്കാലവും പങ്കുചേരാം. ഇന്നൊരു ദിവസത്തേക്ക് മാത്രമല്ല, ഇത് ഓൺലൈനായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും അതിൽ ചാനലിൽ എപ്പോൾ വേണമെങ്കിലും ആർക്കും കയറി പഠിക്കാം. ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൽ വലിയ ചലനം ഞാൻ ഉണ്ടാക്കും. നിങ്ങളിലും ചലനമുണ്ടാക്കും. ഞാനാകുന്നു ആദിയും അന്തവും. ഞാനാകുന്നു ഇന്നലെയും ഇന്നും എന്നും. ഞാൻ എല്ലാം നന്നായി ക്രമീകരിക്കും. നിങ്ങൾ എന്നിൽ ദൃഢമായി ശരണപ്പെടുവിൻ. എൻ്റെ ശക്തി വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ആത്മാവിലേക്ക് ഒഴുകട്ടെ. എൻ്റെ കൃപാവരങ്ങൾ നിങ്ങളുടെ ആത്മാവിലേക്ക് പൂർവാധികം ശക്തിയായി ഞാനിതാ ഒഴുക്കുന്നു. എൻ്റെ കൃപാവരങ്ങൾ പൂർവാധികം കരുത്തായി ഞാൻ നിങ്ങളിലേക്ക് ഒഴുക്കുന്നു. സ്വീകരിക്കുവിൻ. ആമേൻ. Praise the Lord. Hallelujah. കർത്താവേ, നന്ദി. നന്ദി ഈശോയേ. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, വണങ്ങുന്നു. ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ പ്രവചനത്തെ പ്രതി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ പ്രവചനം ഇന്ന് തന്നെ ഞങ്ങളിൽ സംഭവിക്കട്ടെ. ഇന്ന് തന്നെ ഞങ്ങളിൽ സംഭവിക്കട്ടെ. ഹലബല 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 ഹലബല. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.
ഹലോ സിറ്റി ജോൺ, സിസിലി സെബാസ്റ്റ്യൻ, നീന, മിനി, സാബു ഫിലിപ്പ്, ഡാലി സേവിയർ, രാജു ലാസർ, ബിനോയ്, ബി പോൾ, ലിഡിയ, എലിസബത്ത്, എടപ്പള്ളി, ജീന ജോസ്, എല്ലാവർക്കും പ്രത്യേകം. പിന്നെ ഷേർലി, അന്നമ്മ മാത്യൂസ്, പണ്ടൊക്കെ എല്ലാ ദിവസവും പേര് വിളിച്ചു. ഐസക് അച്ഛൻ, ഫാദർ ഐസക്, സണ്ണി, ലിസി അഗസ്റ്റിൻ, കിറ്റ്കാറ്റ്, അത് ജെയിനും മാനുവലായിരിക്കും, അനീഷ്, ഷാജു തരകൻ, ഷാജി ജോൺ. ഓക്കെ, പ്രൈസ് ദ ലോർഡ്. യെസ്, ലിഡിയ, മാത്യു. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്നത്തെ ശുശ്രൂഷ ആരംഭിച്ചു. നമുക്ക് മാമോദീസ എന്ന കൂദാശ, മാമോദീസ രക്ഷാ പദ്ധതിയിൽ മാമോദീസായുടെ പ്രതിരൂപങ്ങൾ ഇന്നത്തെ രോഗശാന്തിയുടെ അനൗൺസ്മെൻറ്റ് ചെയ്തില്ല. ഇന്നത്തെ രോഗശാന്തി, അവർ ലോകമെല്ലാം പോയി സുവിശേഷം പ്രഘോഷിച്ചു. കർത്താവ് അവരോടൊപ്പം പ്രവർത്തിച്ചു. പ്രവചന സമയത്തുണ്ടായ രോഗശാന്തികളെ ആദ്യം കാണിച്ചിരുന്നത് പല്ലിന് ശക്തമായ വേദനയുള്ള ഒരാളെ സൗഖ്യപ്പെടുത്തുന്നു. പല്ല് വേദന. മോണവേദന, ചെവിവേദന ഇപ്പോഴും എനിക്കുണ്ട്. അതുകൊണ്ട് ചെവിവേദന ഞാൻ എടുക്കണം. കർത്താവേ, ഈ ചെവിവേദന പല്ലുവേദന, മോണവേദന, ചെവിവേദന, ഇതെല്ലാം കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഈ പ്രവചനം ഇന്ന് തന്നെ പൂർത്തിയാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ചെവിവേദന എനിക്കുണ്ട്. എനിക്കത് മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുണ്ട്, എന്നാലും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഭയങ്കര തണുപ്പ്. പുറത്തിറങ്ങുമ്പോൾ ചെവിയിലേക്ക് തണുത്ത കാറ്റ് കയറുന്നു. എത്ര ഓക്കെ, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് മാമോദീസ രക്ഷാപദ്ധതിയിൽ മാമോദീസായുടെ പ്രതിരൂപങ്ങൾ പഴയ ഉടമ്പടിയിൽ. അതാണ് നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. പഴയ ഉടമ്പടിയിലെ ഓരോ സംഭവങ്ങളിലും, ഇപ്പോൾ നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയം, അതുപോലെ മോശയുടെ കാലത്തുണ്ടായ ചെങ്കടലിലൂടെ ജനം കടന്നു, ഇതൊക്കെ മാമോദീസായുടെ പ്രതിരൂപങ്ങളാണ്. ഓക്കെ, മാമോദീസയുടെ പ്രതിരൂപങ്ങൾ പഴയ ഉടമ്പടിയിൽ. ലോകാരംഭം മുതൽ വിനീതവും വിസ്മയനീയവുമായ സൃഷ്ടിയായ ജലം ജീവന്റെയും ഫലപൂർണതയുടെയും ഉറവിടമായിരുന്നു.
ലോകാരംഭം മുതൽ വിനീതവും വിസ്മയനീയവുമായ സൃഷ്ടിയായ ജലം ജീവന്റെയും ബലപൂർണതയുടെയും ഉറവിടമായിരുന്നു. ദൈവ ചൈതന്യത്താൽ ആവസിക്കപ്പെട്ട ഒന്നായി വിശുദ്ധ ഗ്രന്ഥം അതിനെ കാണുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ അങ്ങയുടെ ചൈതന്യം ജലത്തിൻ്റെ മേൽ വ്യാപിച്ചിരുന്നു. അങ്ങനെ ജലത്തിൻ്റെ വിശുദ്ധീകരണ ശക്തി പ്രകൃതി ആഗിരണം ചെയ്യാനിടയാക്കി. മോണയുടെ സൗഖ്യം ലിസി അഗസ്റ്റിന് സൗഖ്യപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ സൗഖ്യത്തിൻ്റെ പ്രധാന ഈ വചനം, ഈ പ്രവചനത്തിൻ്റെ കൺഫർമേഷനാണ്. ഈ പ്രവചനം കർത്താവ് പ്രവചിച്ചത് ഇതിൻ്റെ സാക്ഷ്യമാണത്. കർത്താവ് തന്നെയാണ്. ഇന്ന് പ്രവചനത്തിന് ഒരു തയ്യാറെടുപ്പും ഒന്നും ചെയ്യണയ്ക്ക് മുമ്പ് പ്രവചനം വരികയായിരുന്നു. ഈ പ്രവചനം അതുകൊണ്ട് ഇനി നമ്മൾ എന്നും, ഞാൻ എവിടെ പോയാലും ഈ മതബോധന പഠനം കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ ഇംഗ്ലീഷ് ഇപ്പം ബുധനാഴ്ച ഇവിടെ ആഷ് വെനസ്ഡേ ആയിട്ട് അന്ന് വേറെ പരസ്യ പ്രോഗ്രാമുകളൊന്നും എടുക്കുന്നില്ല, ഇല്ല. അപ്പം അന്ന് നമുക്ക് ഇംഗ്ലീഷും കൂടി ചെയ്യാം. ഈ ആഷ് വെനസ്ഡേയുടെ ദിവസം ഇംഗ്ലീഷും ചെയ്യാം. എന്തായാലും CCCയും കറ്റേനവരെയും മുന്നോട്ട് കൊണ്ടുപോകണം നമുക്ക്. ഓക്കെ. സൃഷ്ടിയുടെ ആരംഭം മുതൽ അങ്ങയുടെ ചൈതന്യം ജലത്തിൻ്റെ മേൽ വ്യാപരിച്ചിരുന്നു. അങ്ങനെ ജലത്തിൻ്റെ വിശുദ്ധീകരണ ശക്തി പ്രകൃതി ആഗിരണം ചെയ്യാനിടയാക്കി. ഞാൻ എൻ്റെ ഒരു ഡെയിലി റൊട്ടീനിൽ ഞാനിങ്ങനെ വെളുപ്പിന് ഇവിടെ ആ ബാത്ത് ടബില്ല ഈ താമസിക്കുന്നിടത്ത്. സാധാരണ ഷവറിലാണ് കുളിച്ചത്. അല്ലെങ്കിൽ ഞാൻ അരമണിക്കൂർ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കും. എനിവേ അതൊരു വലിയ അനുഭവമാണ് എനിക്ക്, വെള്ളത്തിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നത്. വായോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി 1218 ഒന്നുകൂടി 1218 നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ലോകാരംഭം മുതൽ 1218 ലോകാരംഭം മുതൽ വിനീതവും വിസ്മയനീയവുമായ സൃഷ്ടിയായ ജലം ജീവന്റെയും ബലപൂർണതയുടെയും ഉറവിടമായിരുന്നു. ദൈവചൈതന്യത്താൽ ആവസിക്കപ്പെട്ട ഒന്നായി വിശുദ്ധ ഗ്രന്ഥം അതിനെ കാണുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് വായിക്കുന്നത്, സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ അങ്ങയുടെ ചൈതന്യം ജലത്തിന്മേൽ വ്യാപരിച്ചിരുന്നു. അങ്ങനെ ജലത്തിൻ്റെ വിശുദ്ധീകരണ ശക്തി പ്രകൃതി ആഗിരണം ചെയ്യാനിടയാക്കി. ഇനി 344 വായിക്കുന്നത്. 344 സൈഡ് പാരഗ്രാഫ്, 1218 സൈഡ് പാരഗ്രാഫ് 344. സർവസൃഷ്ടികൾക്കും ഒരേ സൃഷ്ടാവുള്ളതിനാലും സർവവും ദൈവമഹത്വം ലക്ഷ്യമാക്കി ക്രമീകരിക്കപ്പെട്ടതായതിനാലും എല്ലാ സൃഷ്ടികൾക്കും പരസ്പര അഭിമുഖമുണ്ട്. എൻ്റെ കർത്താവേ, അങ്ങയുടെ സർവസൃഷ്ടികളിലും പ്രത്യേകിച്ച് പകൽ സമയം ഞങ്ങൾക്ക് വെളിച്ചം തരുന്ന സഹോദരൻ സൂര്യനെ പ്രതി
അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ഇത് ഫ്രാൻസിസ് അസീസിയുടെ മഹോന്നത സുന്ദരനും മഹാശോഭ ചൊരിയുന്നവനുമായ സൂര്യൻ അങ്ങയുടെ തന്നെ പ്രതിബിംബമാണ്. എൻ്റെ നാഥ, അത്യധികം പ്രയോജനപ്രദവും വിനീതവും വിലപ്പെട്ടവളും നിർമ്മലവുമായ സഹോദരി ജലത്തെ പ്രതി അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ നാഥ, അത്യധികം പ്രയോജനപ്രദവും വിനീതയും വിലപ്പെട്ടവളും നിർമ്മലയുമായ സഹോദരി ജലത്തെ പ്രതി അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങളെ സംരക്ഷിക്കുകയും തീറ്റിപ്പോറ്റുകയും വിവിധ പലവർഗങ്ങളെയും വർണ്ണപ്പകിട്ടാർന്ന പൂക്കളെയും പുൽച്ചെടികളെയും പുറപ്പെടുത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരിയായ മാതൃഭൂമിയെ പ്രതി, മാതൃഭൂമി, മദർ എർത്ത് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയണത്. അപ്പോൾ ഇതൊക്കെയാണ് മനുഷ്യൻ പ്രബോധനം മനസ്സിലാക്കിയില്ലെങ്കിൽ പലരും അതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ട്. ഇങ്ങനെ ഭൂമിയെ അമ്മ എന്ന് വിളിച്ചതൊക്കെ പറഞ്ഞുകൊണ്ട് മാതൃഭൂമി എന്ന് നമ്മൾ കുഞ്ഞുനാൾ പോലെ പറയുന്നുണ്ട്. അപ്പം ലത്തീനിലും ഇറ്റലിയിലൊക്കെ ടെറ മാത്രേ എന്നാണ്. ടെറ മാത്രേ, മാതൃഭൂമി, ടെറ മാത്രേ. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് അതിനെ ചൊല്ലി കുറേ പേര് ബഹളം ഉണ്ടാക്കി. ഫ്രാൻസിസ് അസീസിയിലെ ഈ പ്രബോധനത്തെ അല്ലെങ്കിൽ ഈ ഗീതത്തെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്. ലൗദാത്തെ സീൽ. ഇപ്പം ലൗദാത്തെ സീല് ഭൂമിയെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ പല മീഡിയകളിലും പലതും എഴുതി. അപ്പം മനുഷ്യൻ ഈ യഥാർത്ഥ പ്രബോധനം പഠിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ആ അജ്ഞതയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. എൻ്റെ നാഥ, അത്യധികം പ്രയോജനപ്രദയും വിനീതയും വിലപ്പെട്ടവളും നിർമ്മലയുമായ സഹോദരി ജലത്തെപ്പറ്റി അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങളെ സംരക്ഷിക്കുകയും തീറ്റിപ്പോറ്റുകയും വിവിധ ഫലവർഗങ്ങളെയും വർണ്ണപ്പകിട്ടാർന്ന പൂക്കളെയും പുൽച്ചെടികളെയും പുറപ്പെടുത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരിയായ മാതൃഭൂമിയെ പ്രതി എൻ്റെ കർത്താവെ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുവിൻ. സവിനയം അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അവിടത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങൾ 694 CCC 694 ജലത്തെക്കുറിച്ചാണ്. ജലത്തിൻ്റെ പ്രതീകാത്മകത മാമോദീസായിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവിനെ വിളിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം അത് പുതിയ ജനനത്തിന് ഫലപ്രദമായ കൗദാശി അടയാളമായിത്തീരുന്നു. നമ്മുടെ പ്രഥമ ജനനത്തിന് മുൻപ് നാം ഗർഭത്തിൽ സംഭവിക്കപ്പെട്ടത് ജലത്തിലായിരുന്നു. അതുപോലെ ദൈവീക ജീവനിലേക്കുള്ള നമ്മുടെ ജനനം നമുക്ക് പരിശുദ്ധാത്മാവിലാണ് നൽകപ്പെട്ടതെന്ന് മാമോദീസ ജലം യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നു. നാം എല്ലാവരും ഒരേ ആത്മാവിനാൽ മാമോദീസ സ്വീകരിച്ചിട്ടുള്ളതുപോലെ ഒരേ ആത്മാവിൽ നിന്ന് പാനം ചെയ്യാൻ വിളിക്കപ്പെട്ടവരുമാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ക്രൂശിതനായ കർത്താവാകുന്ന ഉറവിടത്തിൽ നിന്ന് പുറപ്പെടുകയും നമ്മിൽ നിത്യജീവനിലേക്ക് ഉദ്ഭവിക്കുകയും ചെയ്യുന്ന സജീവ ജലം കൂടിയാണ്. അപ്പോൾ നമ്മൾ ജലത്താലും മാമോദീസ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ആ ജലം
വാസ്തവത്തിൽ നമ്മുടെ കൂദാശയിൽ മാമോദീസായിൽ ആ ജലം ഈശോയുടെ പാർശ്വത്തിൽ നിന്നൊഴുകിയ ജലമാണ്. കൂദാശകൾ ഈശോയുടെ പാർശ്വത്തിൽ നിന്നൊഴുകിയ ജലത്തിലാണ്. അതാ പ്രിൻസി പ്രവചനം എഴുതി തന്നിരിക്കുന്നു. അതിൻ്റെ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ജലത്തിൻ്റെ പ്രതീകാത്മകത, പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളെക്കുറിച്ചുള്ള 694 ഖണ്ഡിക വളരെ ശ്രദ്ധേയമാണ്. നമ്മളിതിനു മുമ്പ് അത് പഠിച്ചിട്ടുള്ളതാണെങ്കിലും, അതായത് യഥാർത്ഥമായി ജീവജലം എന്ന് പറയുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ജീവജലത്തിൻ ഉറവയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നിജ്വാലയായി. അപ്പൊ ജീവജലത്തിൻ്റെ ഉറവ വാസ്തവത്തിൽ എവിടെയാണ് അത് ഉത്ഭവിച്ചത്? അത് ഉത്ഭവിച്ചത് അമ്മയുടെ ഗർഭത്തിൽ നമ്മൾ ഉരുവായുമ്പോൾ നമ്മൾ ജലത്തിലാണ് ഉരുവായത്. ആ അമ്മയുടെ ഗർഭത്തിൽ നമ്മളായിരുന്നപ്പോൾ ആ ഗർഭപാത്രത്തിൽ നമ്മളായിരുന്ന ജലമാണ് വാസ്തവത്തിൽ ജീവജലം. അങ്ങനെ ആ ജീവജലത്തിൽ നിന്നും നമ്മൾ പുറത്തു വന്നു. അതിനെയാണ് ജനനം എന്ന് പറയുന്നത്. ജനനം. ആ ജീവജലത്തിൽ നമ്മൾ പുറത്തു വന്നു. ആ ജനനത്തിന് ശേഷം നമ്മളെ മാമോദീസായിൽ പരിശുദ്ധാത്മാവാകുന്ന ജലത്തിൽ വീണ്ടും ജനിച്ചു. അപ്പൊ അമ്മയുടെ ഗർഭത്തിൽ ആ ജലം എങ്ങനെ നമ്മളെ പരിപാലിച്ചുവോ എന്ന പോലെ ജീവജലം, പരിശുദ്ധാത്മാവാകുന്ന ജീവജലം സഭയുടെ ഗർഭപാത്രം ആയിക്കൊണ്ട് ആ ഗർഭപാത്രത്തിലെ സഭാമാതാവിൻ്റെ ഗർഭപാത്രത്തിലെ ജലമാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ നവജാത ശിശുവിൻ്റെ മാമോദീസായിലൂടെ ആ പരിശുദ്ധാത്മാവ് തുറന്നുള്ളതെല്ലാം. ഒന്നുകൂടി അതൊന്ന് വായിക്കാം. അത് പുതിയ ജനനത്തിൻ്റെ ഫലപ്രദമായ കൗദാശി അടയാളമായി തീരുന്നു. കൗദാശി അടയാളം. എൻ്റെ ചെവിവേദന പോയിട്ടില്ല. ഞാൻ സ്വീകരിക്കുന്നത് കർത്താവേ, ഇതില്ല. നമ്മുടെ പ്രഥമ ജനനത്തിന് മുൻപ് നാം ഗർഭത്തിൽ സംവഹിക്കപ്പെട്ടത് ജലത്തിലായിരുന്നു. അതുപോലെ ദൈവീക ജീവനിലേക്കുള്ള നമ്മുടെ ജനനം നമുക്ക് പരിശുദ്ധാത്മാവിലാണ് നൽകപ്പെടുന്നതെന്ന് മാമോദീസാ ജലം യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നു. മാമോദീസാ ജലത്തെ ആശീർവദിക്കുന്ന ആ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിലിതെല്ലാം പറയുന്നുണ്ട്.
മാമോദീസ ജലത്തെ ആസ്വദിച്ചുള്ള പ്രാർത്ഥന. നമ്മൾ തുടർന്ന് CCC 1219 വായിച്ചിട്ട് നമ്മൾ പ്രവചനത്തിലേക്ക് പോകാം. 1219. അപ്പം ഈ 1694 ഒന്നുകൂടി കംപ്ലീറ്റ് ആക്കാം. 694 പരിശുദ്ധാത്മാ ഞാൻ പറഞ്ഞു വന്നത് ആ മാമോദീസ ജലത്തെ ആശീർവദിക്കുന്ന പ്രാർത്ഥനകൾ. അതവിടെ അതിൽ പറയുന്നത് ഇതാണ്: ഈ ജലത്തെ ആശീർവദിപ്പിക്കണമേ. എന്നിട്ട് വൈദികൻ ക്രിസം ഓയിൽ കയ്യിൽ എടുത്തിട്ട് ആ വെള്ളത്തിൽ മുക്കിയിട്ട് പ്രത്യേക ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഞാൻ ഇന്നലെ കണ്ണൻ അത് എനിക്ക് അയച്ചു തന്നെങ്കിലും അത് ഇപ്പം ഞാൻ നോക്കിയിട്ടത് കാണണില്ല. അത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. പള്ളിയിലത്തെ ഈ ഉദാശകളുടെ പ്രാർത്ഥന പുസ്തകത്തിൽ നോക്കിയിട്ട് മാമോദീസ ജലത്തെ ആശീർവദിക്കുന്ന പ്രാർത്ഥന. അതിൽ നമ്മുടെ ചെറുമലബാർ കുർബാനയിലെ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ്: ഈ ജലത്തെ സഭയുടെ ഗർഭപാത്രമാക്കണമേ. അങ്ങനെ നമ്മൾ മാമോദീസ ജലത്തിലൂടെ സഭയുടെ ഗർഭപാത്രത്തിലേക്ക് മാറി. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ച നമ്മളെ മാമോദീസ ജലമാകുന്ന സഭയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റി. അതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. വീണ്ടും ജനനം. ആ സഭയുടെ ഗർഭപാത്രമാകുന്ന പരിശുദ്ധാത്മാവിലൂടെ നമ്മളിൽ ഒരു വീണ്ടും ജനനം സംഭവിക്കുകയാണ്. എന്നിട്ട് ഇവിടെ പറയുന്നത്, നാം എല്ലാവരും ഒരേ ആത്മാവിനാൽ മാമോദീസ സ്വീകരിച്ചിട്ടുള്ളത് പോലെ. അത് 1 കൊരിന്ത്യർ 12 ഒരേ ആത്മാവിൽ നിന്ന് പാനം ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പറയുമായിരുന്നു, മാർപ്പാപ്പയായാലും ഒരു സാധാരണ ക്രിസ്ത്യാനി ആയാലും നമ്മൾക്ക് ഒരേ ആത്മാവാണ്. നമ്മളിൽ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവും നമ്മളിൽ വരുന്നിരിക്കുന്ന ത്രിവിധ അഭിഷേകവും ഒരുപോലെയാണ്. ഒരേ ആത്മാവിനാൽ നമ്മൾ മാമോദീസ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്നാൽ സഭയുടെ ഈശോയുടെ പ്രത്യേക പരിപാലന അനുസരിച്ച് ഓരോരുത്തർക്കും ചില പ്രത്യേക ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. പ്രത്യേക ദൗത്യം. അപ്പം മാർപ്പാപ്പ നമ്മളെപ്പോലെ ഇന്നലെ ഞാൻ ഉണ്ടായിരുന്ന ആ കൊവേന്ത ബെൻബർബ് എന്ന് പറഞ്ഞൊരു കൊവേന്തയാണ്. അപ്പം ആ കൊവേന്തയിലെ കാർലോ അക്വിറ്റോസിൻ്റെ വലിയ ഒരു സ്റ്റാച്ചു ഉണ്ട്. അതെന്താണ് അങ്ങനെ അത് വന്നതെന്ന് ചോദിച്ചപ്പോൾ ആ കൊവേന്തയിലെ ഒരച്ഛനാണ് കാർലോ അക്വിറ്റോസിനെ മാമോദീസ മുക്കിയത്.
അങ്ങനെ അതുകൊണ്ട് അവരങ്ങനെ അപ്പം ഇപ്പോൾ കാർലോനെ മാമോദിസ മുക്കി, ഫ്രാൻസിസ് അസീസിനെ മാമോദിസ മുക്കി, മാർപ്പാപ്പേനെ മാമോദിസ മുക്കി, നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഇതെല്ലാം ഒരേ ആത്മാവാണ്. നമ്മളെല്ലാവരും അങ്ങനെ ആ ഒരേ പരിശുദ്ധാത്മാവിനാൽ ജ്ഞാനം സ്വീകരിച്ചിരിക്കുന്നു. മാമോദിസയെക്കുറിച്ച് നമുക്കുണ്ടാകേണ്ട വലിയ ഒരു കണ്ടെത്തലാണിത്. നമ്മളെല്ലാവരും 1 കൊറിന്ത്യൻസ് 12:13. താങ്ക് യു മിനി. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. ഇനിയും ഹലോ, ഇല്ല ഇപ്പം ലൈവ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം CCC ലൈവ് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ എന്തെങ്കിലും എവറിത്തിങ് ഓക്കെ? I'll call you. Okay, yeah, I'll call you. സിംഗപ്പൂരിൽ നിന്ന് ട്രെസ്സനാണ് വിളിച്ചത്. അവിടെ വലിയ ശുശ്രൂഷ നമ്മുടെ കൃപാസനത്തിലെ ജോസഫ് അച്ഛൻ്റെ ധ്യാനമാണ്. ആ ധ്യാനത്തിന് അവരൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അതേസമയത്ത് കൊച്ചിന് തീരെ സുഖമില്ല. ഓക്കെ, 1219 വായിക്കാം. സഭ നോഹയുടെ പെട്ടകത്തെ മാമോദീസ വഴിയുള്ള രക്ഷയുടെ ഒരു പ്രതീകമായി കാണുന്നു. കാരണം അതുവഴി കുറേ പേർ, അതായത് 8 പേർ ജലത്തിലൂടെ രക്ഷിക്കപ്പെട്ടു. അവരാകട്ടെ നോഹിൻ്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. അവരാകട്ടെ, കാരണം അതുവഴി കുറേ പേർ, അതായത് 8 പേർ ജലത്തിലൂടെ രക്ഷിക്കപ്പെട്ടു. അവരാകട്ടെ നോഹിൻ്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ രക്ഷപ്പെട്ടു. കുറേ പേർ, ആ പെട്ടകത്തിലുണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചിട്ടുള്ളൂ. അവരാകട്ടെ എന്ന് പറഞ്ഞാൽ ആര്? പെട്ടകത്തിലുണ്ടായിരുന്നവരല്ല, അല്ലാത്തവർ നോഹിൻ്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ആ പെട്ടകത്തിലുണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. 1 പത്രോസ് 3:20. അങ്ങ് മഹാപ്രളയ ജലത്തെ ഒരേ യാഥാർത്ഥ്യത്തിൻ്റെ രഹസ്യത്തിൽ പാപത്തിൻ്റെ അന്ത്യവും നന്മയുടെ തുടക്കവും കുറിക്കുന്ന പുനർജനനത്തിൻ്റെ അടയാളമാക്കി. റോമൻ മിസനിലെ ഈ ജലാശീർവദനത്തിൻ്റെ പ്രാർത്ഥനയാണ്. അങ്ങ് മഹാപ്രളയ ജലത്തെ ഒരേ യാഥാർത്ഥ്യത്തിൻ്റെ രഹസ്യത്തിൽ, ഒരേ യാഥാർത്ഥ്യം. ഇപ്പോൾ ഒരു നാണയം ഉണ്ടെങ്കിൽ ആ നാണയത്തിന് 2 വശമുണ്ട്, ഹെഡ് ആൻഡ് ടെയിൽ എന്ന പോലെ ഈ വെള്ളത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? അത് പാപത്തിനെ നശിപ്പിക്കുന്നു, അതേസമയം നന്മയെ തുടിപ്പിക്കുന്നു. ഒരേ ജലം ചെങ്കടൽ കടന്നപ്പോൾ ആ ജലത്തിലൂടെ ദൈവജനം രക്ഷിക്കപ്പെടുന്നു. എന്നാൽ ദൈവജനത്തെ പീഡിപ്പിച്ചിരുന്ന തിന്മയാവുന്ന ഫറവോയുടെ സൈന്യത്തെ നശിപ്പിക്കപ്പെടുന്നു.
അപ്പം അവിടെ ഇപ്പം ചിലവർ ചോദിക്കും, ഈ ദൈവം ഇത്ര കരുണയെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഫറവോയുടെ ഈ ചെങ്കടൽ സമയത്ത് ഫറവോയുടെ സൈന്യത്തെ മുഴുവനും നശിപ്പിച്ചത്? ഒരിക്കൽ ഒരു ഈ മാമോദിസയുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജർമ്മനിയിലാണ് ഒരു സഹോദരി എഴുന്നേറ്റ് നിന്ന്, എവിടെയാ ദൈവം കരുണ കരുണ എന്നൊക്കെ പറയണം, എന്നിട്ട് ഇത്രയും ജലത്തെ എന്തിനാ കൊന്നേ? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് സമാധാനമാകും. ദൈവത്തെ സംബന്ധിച്ച് എല്ലാവരും ജീവിക്കുന്നവരാണ്. ഈ വെള്ളത്തിൽ കൊന്നു മരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും അവരുടെ ആത്മാവിനെ ദൈവം അല്ലെങ്കിൽ അത് പ്രതീകാത്മകമായിട്ട് രക്ഷയുടെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയാണ്. പക്ഷെ അവർ ഇറങ്ങിപ്പോയി. അവർക്ക് ആ ഉത്തരം സമാധാനം നൽകിയില്ല. നമ്മൾ സഭയുടെ പ്രബോധനത്തെ മാനിക്കുന്നില്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടില്ല. ദൈവത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. ഇന്നലെ ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഒരു സഹോദരി വന്ന്, അപ്പോൾ ഞാൻ പറഞ്ഞു, അൽമായരെ ദൈവം ഒരുപാട് കാര്യങ്ങൾ ഉയർത്തിയിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട്, അൽമായരെ വിശുദ്ധ കുർബാന, ഈശോയുടെ ശരീരം, ഹോളി കമ്മ്യൂണിയൻ മിനിസ്റ്റേഴ്സായിട്ട്, യൂക്രിസ്റ്റിക് മിനിസ്റ്റേഴ്സായിട്ട് അൽമായരെ ഉയർത്തിയിരിക്കുന്നു. ഈശോ വൈദികനിലൂടെയും അൽമായരിലൂടെയും വന്നാലും ഈശോ തന്നെയാണ്. അതുകൊണ്ട് നമ്മളതിനെ ബഹുമാനിക്കണം. പരിശുദ്ധാത്മാവ് നമ്മൾ അൽമായരെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ, അപ്പോൾ അതിനകത്ത് ഒരു ആൾക്കത് സ്വീകാര്യമായില്ല. അവരെ പറയാൻ തുടങ്ങി, അൽമായര് വിശുദ്ധ കുർബാന കൊടുക്കരുത്. ഞാൻ പറഞ്ഞു, നമ്മൾ അങ്ങനെ പറയരുത്. ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് സഭയിലൂടെ നടക്കുന്നത്. അപ്പം അവർ ചില മിസ്റ്റിക്സ് പറഞ്ഞേക്കണത് വൈദികൻ മാത്രമേ വിശുദ്ധ കുർബാന കൊടുക്കാൻ പാടുള്ളൂ, അൽമായർ കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, നമ്മളങ്ങനെ പറയരുത്. സഭയുടെ പ്രബോധനം അനുസരിച്ച് സഭാ നേതൃത്വം അനുവദിച്ചതനുസരിച്ചല്ലേ ഒരാൾ വിശുദ്ധ കുർബാന കൊടുക്കുന്നത്. അല്ലാണ്ട് അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് വിശുദ്ധ കുർബാന കൊടുക്കാൻ പറ്റുമോ? അവരെ ട്രെയിനിങ് കൊടുത്ത് അവരുടെ വിളിയാണത്. അവർക്കത് സ്വീകാര്യമായില്ല. അവർ പോയി. എന്നിട്ട് എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി. ദൈവമേ, ഇപ്പം ഞാൻ എന്ത് ചെയ്യണം? അവർ പറഞ്ഞത് ശരിയാണെന്ന് പറയണോ? നമ്മൾ ഒരു വശത്ത് അൽമായരുടെ കർത്താവ് വളരെയധികം ഉയർത്തുന്നു. അപ്പോൾ അൽമായർ തന്നെ, അപ്പോൾ എന്താ ഒരു വിശുദ്ധ കുർബാന വിതരണം എന്നാ പറയുന്നത്? ഹോളി കമ്മ്യൂണിയൻ സമയത്ത് ഒരു അൽമായൻ നിൽക്കുന്നു, ഒരു അച്ഛൻ നിൽക്കുന്നു. കുറേ പേര് ആ അൽമായരുടെ ക്യൂയിൽ നിന്ന് മാറി അച്ഛൻ്റെ ക്യൂവിലേക്ക് പോകുന്നു. എങ്ങനെ പിന്നെ? അപ്പോൾ അതിനകത്തുണ്ടാവുന്ന വേറൊരു, ഞാനിത് പറയാൻ കാരണം, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ നമ്മൾ ബഹുമാനിച്ചാലല്ലേ പരിശുദ്ധാത്മാവിന് സന്തോഷമാവുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. ഇതങ്ങനെ ഒരു ദുഃഖത്തിൻ്റെ സമയമാണ്. പരിശുദ്ധാത്മാവ് ഒരാളെ ഈ വരം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു, അവനെ യൂക്രിസ്റ്റിക് മിനിസ്റ്ററാക്കാൻ, അവനോ അവളോ. എന്നാൽ നമ്മൾ തന്നെ അൽമായരായ നമ്മൾ അത് സ്വീകരിക്കണില്ല, ആ ആളെ സ്വീകരിക്കണില്ല. ആ ആളുടെ ലൈനിൽ നിന്ന് മാറി മറ്റേ ലൈനിലേക്ക് പോകുമ്പോൾ നമ്മൾ ആരെയാണ് ബഹുമാനിക്കാതിരിക്കുന്നത്? ആ വ്യക്തിയെ ഈ വരം നൽകി, ഈ ദൗത്യം നൽകി ഏൽപ്പിച്ച സഭയുടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെയാണ് നമ്മൾ ബഹുമാനിക്കാത്തത്. പറഞ്ഞു വന്നപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു ബോധ്യമായി. അപ്പം ഞാൻ ഒരു അൽമായൻ വിശുദ്ധ കുർബാന കൊടുക്കുന്ന കാണാണെങ്കിൽ ഞാൻ അവിടെ പോയേ സ്വീകരിക്കുള്ളൂ. എൻ്റെ ഹൃദയത്തിന് ദൈവത്തിൻ്റെ ഇത്രയും വലിയ ഒരു
വരമല്ലേ അത്. അതുകൊണ്ട് അതിന് ഞാൻ ബഹുമാനിക്കണം. അച്ഛന്മാർ തീർച്ചയായിട്ടും കുഴപ്പമില്ല. ആ മോനെ ബി പോളെ, വെരി ഗുഡ്. ഓക്കെ, അപ്പം നമ്മളിനി പ്രവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കൊരിക്കൽ കൂടി നന്ദി പറയാം. ഇന്ന് ഈ അല്പം ഇൻകൺവീനിയൻസ് ഉണ്ടായി, ചാനൽ മാറിപ്പോയി. അത് ആരുടെയും ഒരു കുറ്റമല്ല. ഈ ടെക്നോളജിയുടെ എങ്ങനെ സംഭവിച്ചു എന്ന് നാളെ ഞാനത് ശ്രദ്ധിക്കാം, അങ്ങനെ വരാതെ ശ്രദ്ധിക്കാം. ഓക്കെ, നാളെ നമുക്ക് ശുശ്രൂഷ ഉണ്ടാവും. നമ്മൾ നിർത്തില്ല, ഇതങ്ങ് മുന്നോട്ട് പോട്ടെ. കാരണം ഇന്നത്തെ പ്രവചനം കുറെ കൂടി അതിന് നമുക്ക് ശക്തി നൽകുന്നു. നമുക്ക് ഇന്നത്തെ പ്രവചനത്തിലേക്ക് നീങ്ങാം. ഈ പ്രവചനം നമ്മുടെ സിംഗപ്പൂരിൽ നിന്ന് ട്രസ്സൻ പറയുന്നുണ്ടായിരുന്നു. ഈ പ്രവചനം രണ്ടാമത് ഞാൻ അയക്കുമല്ലോ, അയക്കുമ്പോൾ അത് വായിക്കണം. അതങ്ങനെ ഉച്ചത്തിൽ വായിച്ചപ്പോൾ ശരിക്കും നമ്മൾ തന്നെ പ്രവചിക്കുന്ന വലിയൊരു അനുഭവം ഉണ്ടാവുകയും ഭയങ്കര അഭിഷേകം കിട്ടുകയും ചെയ്തു. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മളിത് വീണ്ടും വീണ്ടും വായിക്കുകയും ഉച്ചത്തിൽ വായിക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രവചനം നമ്മളിലൂടെ അങ്ങ് പ്രതിധ്വനിക്കുന്ന ഒരനുഭവവും അത് ലോകം മുഴുവനിലും പ്രസരിക്കുന്ന അനുഭവം ഉണ്ടാവും. ഇപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം ഇപ്പോൾ ഞാൻ ഈ ശുശ്രൂഷ ഇത്രയും കഷ്ടപ്പെട്ട്, നിസ്സാര കഷ്ടപ്പാടല്ല എന്ന് മനസ്സിലാക്കണം. ഞാനത് വീണ്ടും പറയണത്, ഇത് അസംഭവമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യണത്. ഇന്നലെ വൈകുന്നേരം 6 മണി വരെ ആ കൊവേന്തയിലെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് അവിടുന്ന് സ്റ്റുഡിയോ എക്യുപ്മെൻറ്റ്സ് എല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് രാത്രി 10 മണിയായി ഈ സ്ഥലത്തെത്തിയപ്പോൾ. എന്നിട്ട് ഇവിടെ ഇതെല്ലാം അസംബിൾ ചെയ്തു. ഒരു 1 മണിക്കൂർ കൊണ്ട് അസംബിൾ ചെയ്തു ഒക്കെ ശരിയാക്കി. 12 മണിയായപ്പോൾ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് 3 മണി 3:30 എണീറ്റു. 4 മണിക്ക് പ്രാർത്ഥിച്ചു. 5 മണിക്ക് ഇത് ചെയ്യണം. ഇനി ഇത് കഴിഞ്ഞ് ഈ ശുശ്രൂഷ 2 കഴിഞ്ഞിട്ട് നമ്മളിവിടുത്തെ പകലുള്ള ശുശ്രൂഷകളിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ ഞാൻ ചെയ്യണ കാര്യത്തെ പൊക്കി പറയാൻ വേണ്ടിയല്ല. ഈ വയസ്സ് കാലത്ത് ഇതിൻ്റെ ആരോഗ്യവും ശക്തിയും തരിക എന്നുള്ളത് കർത്താവ് തന്നെയാണ്. എല്ലാവരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ബ്രദർ ഓക്കെ അല്ലേ? എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ എന്തിനാണിത് ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞ ഒരു കാര്യം, ഇന്നത്തെ പ്രവചനം ഒന്ന്, ഈ ദിവസങ്ങളിലെല്ലാം എന്നോട് പറഞ്ഞത്, നീ ക്ലാസ് മുഴുവനും നടത്തിയില്ലെങ്കിലും പ്രവചനം വരട്ടെ, ആ പ്രവചനത്തിന് വേണ്ടിയെങ്കിലും ഇത് ചെയ്യണം. അതെനിക്ക് പകലത്തെ ശുശ്രൂഷയിൽ ശരിക്കും എനിക്ക് അനുഭവം. ഇന്ന് ഞാൻ എന്ത് പ്രവചനം എന്നിലൂടെ ഉണ്ടാവണോ, അല്ലെങ്കിൽ ഈശോ എന്ത് പ്രവചനം നൽകുന്നോ, അത് ആ അന്നത്തെ ദിവസത്തെ ശുശ്രൂഷയിൽ മുഴുവനും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ പ്രവചനത്തിന് കൂടുതൽ ആഭിമുഖ്യം കൊടുക്കുകയും നിങ്ങളെല്ലാവരും തന്നെ പ്രവചിക്കുകയും ചെയ്യണം. നമ്മുടെ പേഴ്സണൽ പേരിൻ്റെ സമയത്തും അല്ലാതെയും കുറച്ച് സമയം എവിടെയെങ്കിലും പോയെന്ന് പ്രവചിക്കാം. ആണ് പുരമുകളിലോ മലമുകളിലോ എവിടെ വേണമെങ്കിലും പോയി പ്രവചിക്കാം. കാരണം നമ്മളെ ദേവാലയത്തിൽ മറ്റുള്ളവരുണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ പ്രവചിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കാം. എവിടെ വേണമെങ്കിലും പ്രവചിക്കാം.
ഭാഷാപരത്തിലുള്ള പ്രവചനം വരുമ്പോൾ അത് റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് അത് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് എനിക്ക് അയക്കുകയാണെങ്കിൽ ഞാനത് വ്യാഖ്യാനിച്ചു തരാം. ഓക്കെ, നമുക്കിന്നത്തെ പ്രവചനം ബഹുമാനത്തോടെ ആദരവോടെ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് സ്വീകരിക്കാം. കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. കർത്താവിൻ്റെ പ്രവചനമാണതേ. മകനെ, മകളെ, നിങ്ങളെ, മകനെ, മക്കളെ, അതാദ്യം എന്നോട് നേരിട്ടാണ് പറയണത് അല്ലേ? പിന്നെ നിങ്ങളെല്ലാവരോടും, മക്കളെ, നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഈ സമർപ്പണത്തെ ഞാൻ സ്വീകരിക്കുന്നു. എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും അതിൻ്റെ മധ്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ശുശ്രൂഷയെ ഞാൻ ബഹുമാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നന്ദി കർത്താവേ, നന്ദി, നന്ദി, നന്ദി. എൻ്റെ വാത്സല്യഭാചനങ്ങളെ, ഞാനാകുന്നു സകലതും ക്രമീകരിക്കുന്നവൻ. ഞാനെല്ലാം ക്രമീകരിക്കും. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളിലൂടെ ഞാൻ വലിയ കാര്യങ്ങൾ സഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. തൊണ്ട ശരിയാവില്ല. സഭാപ്രബോധനങ്ങളെ നിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ലോകം അറിയട്ടെ. സഭാപ്രബോധനങ്ങളിലൂടെയും സഭയുടെ ഔദ്യോഗിക വ്യാഖ്യാനങ്ങളിലൂടെയും നിങ്ങൾ കുതിച്ച് മുന്നോട്ട് പോകുവിൻ. സഭാപ്രബോധനങ്ങൾ പഠിപ്പിക്കാതെയും സഭ എങ്ങനെ വളരും? പ്രൈസ് ദി ലോർഡ്. അതിനാൽ ജനമേ, ഈ സഭാപ്രബോധനങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ മാത്രമല്ല വളരുന്നത്, സഭ മുഴുവനും വളരുകയാണ്. സഭയുടെ ഓരോ കോശങ്ങളിലേക്കും ഈ രഹസ്യങ്ങൾ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അഭിമാനിക്കുവിൻ. നിങ്ങളുടെ കഷ്ടപ്പാടുകളും ഈ പഠനവും ഒരിക്കലും നഷ്ടമല്ല. അത് വലിയ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജനമേ, എൻ്റെ ജ്ഞാനം നിങ്ങളിൽ ഞാൻ പകരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചോളൂ. ഞാൻ ജ്ഞാനമാകുന്നു. എൻ്റെ ജ്ഞാനത്തിനായി ദാഹിക്കുവിൻ. എൻ്റെ ജ്ഞാനസ്നാനത്തിലൂടെ എല്ലാ മനുഷ്യനിലേക്കും ഞാൻ പകർന്നിട്ടുണ്ടെങ്കിലും പുതിയ രഹസ്യങ്ങളിലേക്ക് വളരണം. എൻ്റെ ജ്ഞാനത്തിലൂടെ സഭയുടെ രഹസ്യങ്ങളിലേക്ക് നിങ്ങൾ വളരണം. എൻ്റെ ജ്ഞാനത്തിലൂടെ സഭാപ്രബോധനങ്ങൾ കാണണം. സഭാപ്രബോധനങ്ങളും സഭയുടെ വിശ്വാസ സത്യങ്ങളും എൻ്റെ ജ്ഞാനത്തിലൂടെ പഠിക്കണം. എൻ്റെ മക്കളെ, നിങ്ങളിലേക്ക് ഇന്ന് ഞാൻ പുതിയ ജ്ഞാനം തരുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ജ്ഞാനം നൽകുന്നു. നിങ്ങളുടെ ആത്മാവിൽ ഞാൻ പുതിയ പ്രകാശം നൽകുന്നു. നിങ്ങളുടെ ആത്മാവിനെ ഞാൻ വികസിപ്പിക്കുന്നു. നിങ്ങളുടെ ആത്മാവിൽ ഞാൻ ദൈവിക രഹസ്യങ്ങൾ തുറക്കുന്നു. സ്വീകരിക്കുന്നു കർത്താവേ. ഒരിക്കൽ കൂടി നിങ്ങളുടെ ആത്മാവിനെ ഞാൻ വികസിപ്പിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കും എന്നാൽ നമുക്ക് വിശ്വസിക്കാം. നിങ്ങളുടെ ആത്മാവിനെ ഞാൻ വികസിപ്പിക്കുന്നു. നിങ്ങളുടെ ആത്മാവിൽ ഞാൻ ദൈവിക രഹസ്യങ്ങൾ തുറക്കുന്നു. കർത്താവേ, നന്ദി കർത്താവേ. നിങ്ങളുടെ ആത്മാവിൽ ദൈവിക രഹസ്യങ്ങൾ തുറക്കുന്നു. നിങ്ങളുടെ ആത്മാവിൽ പുതിയ വിശ്വാസത്തിൻ്റെ മൂലങ്ങൾ, വിശ്വാസത്തന്നെ പ്രിൻസി അവിടെ വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാം. പുതിയ വിശ്വാസത്തിൻ്റെതാണ്, തന്നെന്നായിപ്പോയി. മുകുളങ്ങൾ ഞാൻ മുളപ്പിക്കുന്നു. 12-ാമത്തേതിൽ വിശ്വാസം നിങ്ങളിൽ പുതുതായി മുളയ്ക്കട്ടെ. വിശ്വാസത്തിൻ്റെ ആ വൃക്ഷം നിങ്ങളിൽ വളരട്ടെ. അതോടൊപ്പം പുതിയ മുകുളങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ തുറക്കട്ടെ.
ഓ ജനമേ, ഞാൻ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ തുറന്നു തന്നിരിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിക്ക് അഗ്രാഹ്യമായതും കണ്ണു കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സിൽ ഇന്നേ വരെ പ്രവേശിക്കാത്തതുമായ വലിയ കാര്യങ്ങൾ ഞാനിതാ നിങ്ങൾക്ക് തുറന്നു തരുന്നു. സ്വീകരിക്കുവിൻ എൻ്റെ വാത്സല്യഭാചനങ്ങളെ. ഞാൻ നിങ്ങളിൽ സംപ്രീതനാണ്. ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും. സ്വീകരിക്കൂ. ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും. ഇതാ ഞാൻ നിങ്ങളിൽ ശക്തി പകരുന്നു, നിങ്ങളിൽ വിശ്വാസം പകരുന്നു, നിങ്ങളിൽ അഭിഷേകം പകരുന്നു. അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും നിങ്ങളിലൂടെ ഞാൻ നടത്തും. വിശ്വസിക്കുന്ന കർത്താവേ, നടക്കും, ഇന്ന് തന്നെ നടക്കും. ഈ കാലഘട്ടത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളിലൂടെ ഞാൻ നടത്തും. ഈ ശുശ്രൂഷകളിൽ എക്കാലവും പങ്കുചേരാം. ഇന്നൊരു ദിവസത്തേക്ക് മാത്രമല്ല, ഇത് ഓൺലൈൻ ആയി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രസരിക്കുകയും അതിൽ ചാനലിൽ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കയറി പഠിക്കാം. ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൽ വലിയ ചലനം ഞാൻ ഉണ്ടാക്കും. നിങ്ങളിലും ചലനം ഉണ്ടാക്കും. ഞാനാകുന്നു ആദിയും അന്തവും. ഞാനാകുന്നു ഇന്നലെയും ഇന്നുമെന്നും. ഞാനെല്ലാം ക്രമീകരിക്കും. നിങ്ങൾ എന്നിൽ ദൃഢമായി ശരണപ്പെടുവിൻ. എൻ്റെ ശക്തി വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ആത്മാവിലേക്ക് ഒഴുകട്ടെ. പ്രിൻസി അവിടെ ഒഴുകട്ടെ. എൻ്റെ കൃപാവരങ്ങൾ നിങ്ങളുടെ ആത്മാവിലേക്ക് പൂർവാധികം ശക്തിയായി ഞാൻ ഒഴുക്കുന്നു. എൻ്റെ കൃപാവരം പൂർവാധികം കരുത്തായി ഞാൻ നിങ്ങളിലേക്ക് ഒഴുക്കുന്നു. സ്വീകരിക്കുവിൻ. ആമേൻ. ശാലബല. എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രവചനത്തെ വീണ്ടും വായിച്ചത് നമ്മൾക്ക് വ്യക്തിപരമായുള്ള വലിയ വളർച്ച ഇതിലൂടെ ഉണ്ടാവും. ഇന്ന് തന്നെ ഉണ്ടാവും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു 5-10 മിനിറ്റിൻ്റെ ഒരു വിശ്രമത്തിന് ശേഷം കറ്റേനവറയിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ തന്നെ അതിനകത്തേക്ക് വരണം. ഇപ്പോൾ ഈ ടെക്നിക്കൽ പ്രശ്നം കൊണ്ട് ആരും അതിനകത്ത് കയറുമെന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ ആ ചാനൽ മാറിപ്പോയിന്ന്. അതുകൊണ്ട് കറ്റേന മറ്റേ ലിങ്കിലേക്ക് കയറി നിങ്ങൾ റെഡി ആകണം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പ്രിൻസി. താങ്ക് യു മിനി. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും നമുക്ക് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. ഇന്നിവിടെ നോർത്ത് അയർലൻഡിലെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഒരു കൊവേന്തയിലാണ്. അവിടെ താമസിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ഇവിടെ ഹോട്ടലിലാണ് താമസിക്കുന്നത്. അവിടെ ഇന്ന് 2 ശുശ്രൂഷയുണ്ട്. ഒന്ന്, ആ 2 ശുശ്രൂഷകളെയും സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇവിടുത്തുകാരിലേക്ക് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ അനുഗ്രഹിച്ചതിനെ പ്രതി നന്ദി പറയുന്നു കർത്താവേ. ഹലബല. ഇന്നലത്തെ ശുശ്രൂഷയുടെ വീഡിയോ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കേൾക്കണം. അതിൻ്റെ അവസാനത്തെ അഭിഷേക പ്രാർത്ഥന ഓരോരുത്തരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നൽകിയ അഭിഷേകമൊക്കെ നിങ്ങൾ അങ്ങ് സ്വീകരിക്കുകയാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അഭിഷേകം ഉണ്ടാവും. ഹലബല. കർത്താവേ,
നന്ദി പറയണം കർത്താവ്. ഇന്നത്തെ ശുശ്രൂഷകളെക്ക് വേണ്ടി എല്ലാവർക്കും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ചേർത്ത് കർത്താവ് ഇന്നത്തെ ഇവിടെ നടക്കാൻ പോകുന്ന എല്ലാ ശുശ്രൂഷകളെയും അങ്ങ് നയിക്കണേ, അങ്ങ് ശക്തി നൽകണേ. പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇപ്പോൾ നിർത്തുന്നു. നിങ്ങളെ വേഗം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് തുടങ്ങാം.